السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ ഷെൽട്ടറിൻ്റെ ഷെയ്ഡ് മീറ്റിൻ്റെ ഭാഗമായി എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉമ്മമാരെ, ജ്യേഷ്ഠത്തി അനിയത്തിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് ജീവിക്കുവാൻ എല്ലായ്പ്പോഴും ഓർമ്മപ്പെടുത്തുന്നത് പോലെ ഈ ഒരു അവസരത്തിലും ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ തഖ്വയുള്ളവരായി ജീവിക്കാനുള്ള തൗഫീഖ് നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ കുറഞ്ഞ സമയമാണ് ഇന്നത്തെ ഈ ദിവസത്തിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. കുറച്ചു സമയം പല ആളുകൾക്കും സന്തോഷിക്കാൻ വക നൽകുന്ന സമ്മാനപ്പൊതി സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ മാറ്റിവെച്ചു. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സമ്മാനം കൊടുത്താൽ കൂലിട്ടോ? കിട്ടുമോ? കിട്ടുന്നില്ലോരെന്ന് കയ്യൊന്നിക്ക്, കിട്ടൂല എന്നുള്ളവരെ കയ്യൊന്നിക്ക്. അപ്പം നിങ്ങൾ പെയിലുള്ളത് കിട്ടുന്നില്ലോരെന്ന് കയ്യൊന്നിക്ക്. അപ്പം എണ്ണം കൂടി. കിട്ടൂല എന്നുള്ളവരെന്ന് കയ്യൊന്നിക്ക്. അതെന്താ പ്രശ്നം? അപ്പോൾ ഈ കയ്യൊന്നിക്കാത്തവരൊക്കെ സമ്മാനം കിട്ടാത്തവരാ? അങ്ങനെ ഉണ്ടോ? അപ്പോൾ സമ്മാനം കൊടുത്താൽ കൂലിയുണ്ടോ എന്ന് ചോദിച്ചാൽ, നന്മയുടെ മോട്ടിവേഷനായി കൊടുത്താൽ ഒരു പക്ഷേ നമുക്ക് അല്ലാഹുവിൻ്റെ അടുത്ത് നിന്ന് പ്രതിഫലം പ്രതീക്ഷിക്കാം. എങ്ങനെ? ഇപ്പോൾ ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു കുട്ടി ഒരു ജുസ് ഹിഫ്ളാക്കി, അപ്പോൾ ഓനെ നമ്മളൊരു സമ്മാനം കൊടുത്തു. അപ്പോൾ രണ്ടാമത്തെ ജുസുവും പഠിക്കാനുള്ള താല്പര്യം ഉണ്ടാവും, അതിന് കൂലി കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇൻഷാ അല്ലാഹ്. അതേപോലത്തെ ഒരു സമ്മാനമാണല്ലോ ഇവിടെ അല്ലേ? സമ്മാനം എന്നുള്ളത് പ്രയത്നവുമാണ്, പിന്നെ ഒരു ഭാഗ്യവുമാണ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? 10 ആള് കൂലിപ്പണിക്ക് പോയി, 10 ആള് സെൻറ്ററിങ്ങിൻ്റെ പണിക്ക് പോയി. ഈ 10 ആളും ഒരേ സമയത്ത് തുടങ്ങി ഒരേ സമയത്ത് അവസാനിപ്പിച്ചു. ഒരേ കൂലി എല്ലാവർക്കും കിട്ടും. കിട്ടൂലേ? കിട്ടുമല്ലോ. 1000 ആണെങ്കിൽ എല്ലാവർക്കും 1000. എന്നാൽ 10 ആള് 200 മീറ്റർ ഓട്ട മത്സരത്തിൽ കൂടി 10 ആൾക്കും കൂലിട്ടോ? സമ്മാനം കിട്ടുമോ? ഇല്ല. അപ്പോൾ നമ്മുടെ പ്രയത്നം, നമ്മുടെ താല്പര്യം എല്ലാം കൂടിയാണ് നമ്മളെ സമ്മാനത്തിന് അർഹനാക്കുന്നത്. ഞാനത് പറയണത് സമ്മാനം കിട്ടിയില്ല എന്നുള്ളതിനപ്പുറം കിട്ടിയവർക്ക് സന്തോഷിക്കാൻ വകയുണ്ട്, കിട്ടാത്തവർക്ക് ഇൻഷാ അല്ലാഹ് ഇതൊരു മോട്ടിവേഷൻ ആകണം. മനസ്സിലായോ?
ഇനി നിങ്ങൾക്ക് സമ്മാനം കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങളുടെ മക്കളെ നിങ്ങൾ സമ്മാനത്തിന് അർഹരാക്കണം എന്ന് പറയാനാണ് ഞാനിത് പറഞ്ഞുകൊണ്ടുവന്നത്. മനസ്സിലാകണ്ടോ? നമ്മുടെ വീടുകളിൽ നിന്ന് പുറത്തു പോകുന്ന മക്കൾ കലാലയങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ അവരുടെ ഒരു പൂർണ്ണമായ ഒരു ടോട്ടലി ചേഞ്ച് വരുത്തുന്ന രൂപത്തിൽ വ്യത്യസ്തമായ സമ്മാനത്തിന് അർഹമാകുന്ന പ്രവർത്തനങ്ങളിൽ മാതാക്കൾ എന്ന നിലയ്ക്ക് നിങ്ങളുടെ ഒരു സ്കഫോൾഡിങ്, ഒരു താങ്ങ്, ഒരു കൈത്താങ്ങ് വേണം. കൊടുക്കാറുണ്ടോ? സ്കൂളിലൊരു സ്പോർട്സ് നടക്കുമ്പോൾ എത്ര ഉമ്മമാർ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് എൻ്റെ മക്കളെ അവൻ ഓടാനും ചാടാനുമൊക്കെ കഴിവുള്ളവനാണ് എങ്കിൽ നീ അതിൽ പങ്കെടുത്തേ പറ്റൂ എന്ന് പറഞ്ഞ് ഒരു ചെറിയ രൂപത്തിലൊരു കൈത്താങ്ങ് കൊടുക്കുന്ന എത്ര ആളുണ്ട്? ഒന്ന് കൈവന്തിച്ചാണ്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. മാഷാ അല്ലാഹ്. ഞാൻ പറയുന്നത് പൂർണ്ണമായി, ഞാൻ ഇന്ന് വന്നപ്പോൾ ഒരാളുടെ പ്രസംഗം ഇങ്ങനെ കേട്ടുപോന്നു. ആ വ്യക്തി വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മുടെ മുമ്പിൽ ഒരു മാതാപിതാക്കൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞ ഒന്ന്, മക്കളുടെ കൂടെ ജീവിക്കുന്ന മാതാപിതാക്കൾ, പ്രത്യേകിച്ച് ഉമ്മമാരെക്കുറിച്ച് മക്കളുമായി കണക്ട് ചെയ്ത് ഇസ്ലാമിൻ്റെ ദർശനം എന്നുള്ളത്, ഇസ്ലാമിൻ്റെ ആശയം എന്നുള്ളത്, ഇസ്ലാമിൻ്റെ പഠനം, പാഠ്യം എന്നുള്ളത് അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത് എന്ന് പറഞ്ഞാണ്. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത് പറയാം. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. ചായ കുടിക്കുമ്പോൾ പറയണ്ട കേട്ടോ, വെള്ളം കുടിക്കുമ്പോൾ പറയണ്ട, കുടിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. എന്താ അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം ആർക്കാ പറയാൻ പറ്റുക? അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. അതിൻ്റെ അർത്ഥം ആർക്കാ പറയാൻ പറ്റുക? മാതാക്കളുടെ കാലിൻ്റെ ചുവട്ടിലാണ് സ്വർഗം. ഒരു മകൻ കാല് പിടിച്ചൊരു ഒറ്റ വലിയ ഉമ്മ ബാക്ക് കഥ മലന്ന് വീക്കണം, അപ്പം സ്വർഗം നോക്കിയാണ്. അതാണ് അതിൻ്റെ അർത്ഥം? കാല് പിടിച്ചിട്ട് കട്ടിലുമ കിടക്കണ ഉമ്മാനെ കാലൊക്കെ പിടിച്ച് പുറത്ത് കിടലാണോ? അല്ല. പിന്നെന്താ അതിൻ്റെ അർത്ഥം? ഉമ്മാനെ അത്രയധികം നോക്കുന്ന കുട്ടികൾക്കുള്ളതാണ് സ്വർഗം. കാലിനോളം താഴ്ന്നിട്ട് നോക്കണം. വഖ്ഫിൽ ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. എന്താ അർത്ഥം? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഖ്ഫിൽ ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ, നിങ്ങളുടെ കാരുണ്യത്തിൻ്റെ ചിറകുകൾ അവർക്ക് നീ താഴ്ത്തി കൊടുക്കണം. വാനലോകത്തുകൂടി വട്ടമിട്ട് പാറിപ്പറക്കുന്ന പരുന്തിനെ കാണുമ്പോൾ തങ്ങളുടെ ചെറിയ കുട്ടികളാകുന്ന കോഴിക്കുഞ്ഞുങ്ങളെ പരുന്ത് റാഞ്ചുമെന്ന പേടി കാരണത്താൽ ഒരു തള്ളക്കോഴി എത്രത്തോളം കെയറോടുകൂടിയാണോ തൻ്റെ ചിറക് വിടർത്തി തൻ്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത്, അതുപോലെ ഉമ്മയെയും ഉപ്പയെയും നിങ്ങൾ നോക്കണേ എന്നാണ് അതിനർത്ഥം, മനസ്സിലാകുന്ന രൂപത്തിൽ. ശരി. പക്ഷെ ഇദ്ദേഹം പറഞ്ഞ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനൊരു വിശദീകരണം കൊടുത്തിട്ടുണ്ട് അത്രേ. അതാണ് നമ്മോട് ബാധകം. നമ്മളിങ്ങനെ പറയും, എൻ്റെ മക്കൾ എന്നെ നോക്കണം, അല്ലെങ്കിൽ അവന് സ്വർഗം കിട്ടൂല. പക്ഷെ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം അതിനൊരു വിശദീകരണം കൊടുത്തിട്ടുണ്ട്. ലോകത്തുള്ള എല്ലാ മാതാക്കളുടെ കാലിൻ്റെ ചുവട്ടിലും സ്വർഗമുണ്ടെന്ന് പറയാൻ സാധ്യമല്ല. എന്താ വിശദീകരണം കൊടുത്തിട്ടുള്ള അറിയോ? അദ്ദേഹം പറഞ്ഞു വെച്ചത്, എഴുതി വെച്ചതാണ്. അതായത് മക്കള് ഒരു സ്വർഗത്തിൻ്റെ താഴെ മക്കൾ സഞ്ചരിക്കുന്നത് പോലെ മാതാക്കൾ മാറണം. മനസ്സിലാകുണ്ടോ? നമ്മൾ എന്തേ പഠിച്ചു വെച്ചിട്ടുള്ളത്? മാതാവിൻ്റെ കാലിൻ്റെ ചുവട്ടിലാണ് സ്വർഗം എന്ന് പഠിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ നേരെ തിരിച്ചൊന്നാലോചിച്ച് നോക്കി. ഫാനിൻ്റെ ചുവട്ടിലാണ് നമ്മൾ ഇരിക്കുന്നത്. നേരെ തിരിച്ചൊന്നാലോചിച്ച് നോക്കി. നമ്മുടെ തലയുടെ മേലെ ഫാന് അതിൻ്റെ മട്ടത്തിൽ കറങ്ങണം. ഈ കറങ്ങണ നേരെ ഓപ്പോസിറ്റ് കറങ്ങിയ കാറ്റിട്ടു, കാറ്റ് മേലെ പോവും. മനസ്സിലാകണ്ടോ? മനസ്സിലാകാൻ വേണ്ടി പറയാം. ഈ കറങ്ങുന്ന ഫാന് തിരിച്ചു കറങ്ങിയാൽ അതിൻ്റെ ഉപകാരത്തിന് പകരം ഉപദ്രവമായി മാറും, അല്ലെങ്കിൽ ഉപകാരം കിട്ടാതെ പോകും. അപ്പോൾ ഒരു സ്വർഗം പോലെ മാതാക്കൾ തങ്ങളുടെ കുട്ടികൾക്ക് മീതയുണ്ടാകണം. അപ്പോൾ അതില്ലാത്ത മാതാക്കൾക്ക് പിന്നെന്ത്? ഈ സ്വർഗം കൊടുക്കാൻ പറ്റൂല. അപ്പോൾ എന്ത് മാറണം? നമ്മൾ മാറണം. നമ്മുടെ കുട്ടിയുടെ സ്വർഗമാണ് നമ്മളെന്ന ബോധം നമുക്കുണ്ടാകണം. നമ്മുടെ കുട്ടിയുടെ സ്വർഗമാണ് എൻ്റെ മകൻ്റെ, എൻ്റെ മകളുടെ സ്വർഗമാണ് ഞാനും എൻ്റെ വൈഫും.
ആ ഒരു ബോധം നമുക്കുണ്ടാകണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിങ്ങനെ ക്ലാസ്സിലേക്ക് പൂർണ്ണമായി പ്രവേശിക്കുന്നില്ല. നമ്മൾ മുനീർ നജാത്തി 11ാമത്തെ ചാപ്റ്ററിൽ എടുത്തത്, ഞാൻ അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് നോക്കി, 11ാമത്തെ ചാപ്റ്റർ. നമ്മൾ എത്ര ചാപ്റ്ററിൽ എത്തിയിട്ടുണ്ട്? ആർക്കാ പറയാൻ പറ്റുക? അതിലേക്ക് കൂടുതൽ പ്രവേശിക്കൂല, നിങ്ങൾ പേടിച്ച് തുറക്കണ്ട. ടെക്സ്റ്റ് ബുക്ക് പഠിപ്പിക്കുന്നതും അല്ലാതെ സംസാരിക്കുന്നതും രണ്ടും രണ്ടാണ്. 9 എത്തിയിട്ടുള്ളൂ. അപ്പോൾ 1 ബാക്കിലാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുകയാണ്. സ്വർഗത്തിൽ പ്രവേശിക്കാൻ 4 കാര്യങ്ങൾ എന്നാണ് അതിൻ്റെ ഹെഡിങ്. സ്വർഗത്തിൽ പ്രവേശിക്കാൻ 4 കാര്യങ്ങൾ. അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നജാത്തിയുടെ സംസാരം പൂർണ്ണമായി റബ്ബിനെ പരിചയപ്പെടുത്തുന്നതാണ്. ഞാൻ സംസാരിക്കുമ്പോൾ റബ്ബിനെ പരിചയപ്പെടുത്തും, പക്ഷേ നജാത്തി തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയമാണ് അവതരിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നത്. എത്ര ക്ലാസ്സായി നിങ്ങൾ വന്ന അന്ന് മുതൽ തുടങ്ങിയിട്ടുണ്ട് തൗഹീദ് കേൾക്കാൻ, ഇല്ലേ? എന്തെങ്കിലും ഒരു മടുപ്പ് തോന്നിയിട്ടുണ്ടോ? ഇല്ല. ലോകത്തേക്ക് കടന്നു വന്ന അമ്പിയാക്കന്മാരൊക്കെ പറഞ്ഞത് തൗഹീദാ. ആദ്യം പറഞ്ഞത്, എല്ലാം പറഞ്ഞിട്ടുണ്ട്, ആദ്യം പറഞ്ഞത് തൗഹീദാ. അതുകൊണ്ട് ആ തൗഹീദില്ലാതെ ഈ 4 കാര്യം ഉണ്ടായിട്ട് കാര്യമില്ല എന്ന്, അതാണ് ഈ പറഞ്ഞത്. നജാത്തിയുടെ ക്ലാസ്സിൽ നിന്ന് കിട്ടേണ്ട അഖീദാപരമായിട്ടുള്ള വിഷയത്തിൽ നമുക്ക് പൂർണ്ണമായ മനസ്സിനെ കൊണ്ടുവരാൻ സാധിക്കാത്ത ഒരു വ്യക്തി, ഈ പറയുന്ന ഏത് വിഷയമുണ്ടായാലും ശരി, അവർക്ക് സ്വർഗം ലഭിക്കുകയില്ല. അങ്ങനെ തന്നെ പറയാം. തൗഹീദില്ലാത്ത ഒരു വ്യക്തിക്ക് ബാക്കി എത്ര ക്വാളിറ്റി ഉണ്ടായാലും ശരി, അവന് സ്വർഗമില്ല. ദുനിയാവിൽ ചിലപ്പോൾ ആളുകളുടെ ഒരുപാട് കയ്യടി അവന് കിട്ടും, നല്ല ചാരിറ്റി പ്രവർത്തന, ഒരുപാട് പൈസ കൊടുക്കും. പക്ഷേ അള്ളാഹുവിനെ മാത്രം ഇബാദത്തെടുക്കുന്ന വിഷയത്തിൽ അവൻ ബാക്കിലാണ്. അത് വെറുതെ പറയുന്നതല്ല. ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായൊരു തത്വം എന്നുള്ളത്, ദൈവമാകാൻ യോഗ്യതയുള്ളവൻ അവൻ ഖാലിഖായിരിക്കണം, റാസിഖായിരിക്കണം, മുദബ്ബിറായിരിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരിക്കൽ ഒറ്റത്തവണ അവസാനിപ്പിക്കാൻ സാധിക്കുന്നവനാകണം. സൃഷ്ടാവ് മാത്രമല്ല, നിയന്താവ് കൂടിയാകണം. നിയന്താവ് മാത്രമല്ല, ഇതിനെ വൺ ടൈമിൽ നശിപ്പിക്കാൻ പറ്റുന്നവനാകണം. അതാണ് സൃഷ്ടാവിൻ്റെ ക്വാളിറ്റി. ബാക്കിയൊക്കെയുണ്ട്, വദൂദാകണം, ഗഫൂറാകണം, ഒക്കെ ഉണ്ട്. പക്ഷേ സ്രഷ്ടാവ് ഒരു ദൈവമാകണമെങ്കിൽ ഒന്നാമത്തെ ക്വാളിറ്റി അവൻ ഖാലിഖാകണം. ഈ പ്രപഞ്ചവും അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ സ്ഥൂല ഘടകങ്ങളെയും സൃഷ്ടിച്ചവനാകണം. ഇല്ല, ഏതെങ്കിലും ഒരു വ്യക്തി ഇന്നത് അവൻ സ്വന്തം നിർമ്മിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. മനുഷ്യന്മാർ ഓരോന്ന് ഉണ്ടാക്കി എന്ന് പറയും. മനുഷ്യന്മാരുണ്ടാക്കണം എന്താ? ഓരോന്ന് ഇവിടെ ഉള്ളതിനെ മാറ്റിവെക്കുക. മണ്ണ് ഒരു പെട്ടിക്കുള്ളിലാക്കി അതിങ്ങനെ ചെളിയൊക്കെ ആക്കി വെള്ളമൊക്കെ ആക്കി പിന്നീട് അത് ചൂളയിലിട്ടപ്പോൾ അത് കട്ടയായി. എന്തേ മനുഷ്യൻ ചെയ്തിട്ടുള്ളൂ? മണ്ണിനെ പെട്ടിക്കുള്ളിലിട്ട് വെള്ളം കുഴച്ചിട്ട് അതിങ്ങനെ ചൂളയിൽ വെച്ചു. മണ്ണ് ഇവിടെ ഉണ്ട്, പെട്ടിണ്ടാക്കിയ മരം ഇവിടെ ഉണ്ട്, വെള്ളം ഇവിടെ ഉണ്ട്, തീ ഇവിടെ ഉണ്ട്, സൂര്യപ്രകാശമുണ്ട്. പിന്നെന്തേ? ഒരു മോഡിഫിക്കേഷൻ. അതാണ് മനുഷ്യന്മാരുടെ സൃഷ്ടിപ്പ്, മനുഷ്യന്മാരുടെ പ്രവർത്തനം. എന്നാൽ ഇതൊക്കെ സൃഷ്ടിച്ചവൻ, അവൻ്റെ പേരാണ് ഖാലിഖ്. ഇനി ഇത് നിയന്ത്രിക്കുന്നവൻ, അവൻ്റെ പേരാണ് ഖാലിഖ്, സൃഷ്ടാവ്, മുദബ്ബിർ. അതോടൊപ്പം തന്നെ അവസാനം ഈ ലോകത്ത് ഒന്നടക്കം ഒറ്റ ടൈമിൽ നശിപ്പിക്കാൻ സാധിക്കുന്നവൻ അവൻ മാത്രമാണ്, പടച്ച റബ്ബ് മാത്രമാണ്. ഇല്ലേ? ഒരൊറ്റ തവണ എത്ര വലിയ ബോംബിട്ടാലും ഇവിടെ ആ ബോംബ് വീണ സ്ഥലം മാത്രമേ നശിപ്പിക്കപ്പെടുള്ളൂ. ലോകം മുഴുവനും നശിപ്പിക്കുന്ന ഒരു ലോകമുണ്ട്, അത് സൂർ എന്ന കാഹളത്തിലാണ്. അതുകൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന ദൈവീക സങ്കല്പം എന്നുള്ളത്, ഒന്നാമത്തെ ക്വാളിറ്റി എന്നുള്ളത് ഖാലിഖാകണം, രണ്ടാമത്തത് അതിൻ്റെ മുദബ്ബിറാകണം, മൂന്നാമത്തത് അതിൻ്റെ മുഹ്ലിക്ക് അല്ലെങ്കിൽ അതിനെ അവസാനിപ്പിക്കുന്നവനാകണം. ശരി, ഞാനിത് ഓർമ്മപ്പെടുത്തിയത് ഇനി പറയുന്ന വിഷയം വെച്ചിട്ട് സ്വർഗത്തിൽ പോകണമെങ്കിൽ ആ ഈമാൻ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ഈ ഹദീസിൽ നമുക്ക് കാണാം, عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم من أصبح منكم اليوم صائما. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ടാണ്. ഏത് ഹദീസ് പറഞ്ഞാലും ആരെ പേരുണ്ടാവും? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. നമ്മളതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തേ കാരണം എന്നറിയോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അടക്കമുള്ള കുറച്ച് സ്വഹാബിമാർ, അവർ അസ്ഹാബ് സുഫ എന്ന പേരിലാണ് അറിയപ്പെടുക. അവർക്ക് വീടില്ല, നാടുണ്ട്, കുടുംബമില്ല, കാര്യമായിട്ടൊന്നും അവർക്കില്ല, ഒക്കെ നഷ്ടപ്പെട്ടവർ. പണമില്ല,
ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നത് തിന്ന് ജീവിക്കുന്ന ആളുകൾ, പാവപ്പെട്ടവർ. മദീനത്തെ പള്ളിയിൽ അവർക്കിരിക്കാൻ വേണ്ടി ഒരു ചെറിയ ഒരു സ്ഥലമുണ്ടായിരുന്നു. അവിടെ ഇരിക്കുന്നവർ എന്ന പേരിൽ അസ്ഹാബ് സുഫ എന്ന പേരിൽ അറിയപ്പെട്ടു. അതിൽപ്പെട്ട ഒരു മഹാനായ ഒരു സ്വഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. റസൂൽ എണീറ്റാൽ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിറകിൽ പോകും. റസൂൽ ഇരുന്നാൽ അത് നോക്കും. റസൂലിൻ്റെ ചുണ്ടനങ്ങിയാൽ അത് റിപ്പോർട്ട് ചെയ്യും. റസൂൽ കിടക്കുന്നത്, ഇരിക്കുന്നത്, അതുപോലെ തന്നെ ചിരിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇത്രത്തോളം അധികം പറയപ്പെട്ട, ഇതുപോലെ പറയപ്പെട്ടിട്ടുള്ള ഒരു നേതാവ് ഈ ലോകത്തിനില്ല. മനസ്സിലാവുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കുമ്പോൾ ഒരു പ്രാവശ്യം ചിരിച്ചു. അദ്ദേഹത്തിൻ്റെ ഈ അണപ്പല്ലിങ്ങനെ കണ്ടു. അത് ഹദീസിൽ റിപ്പോർട്ട് ചെയ്തു. കാരണം അതുവരെ കണ്ടിട്ടില്ല ചിരിച്ചപ്പോൾ. പുഞ്ചിരിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ കുറച്ചധികം ചിരിച്ചു. അത് ഹദീസ് റിപ്പോർട്ട്. നബി സല്ലല്ലാഹു അലൈഹി യാത്ര പോകുമ്പോൾ ഒരു കല്ല്, ആ കല്ലുമ്മേ ഇരുന്നു, അപ്പോൾ റിപ്പോർട്ട് ചെയ്യും. ഇങ്ങനെ ലോകത്ത് ഇതുപോലുള്ള ഒരു മനുഷ്യൻ ഈ ലോകത്തുണ്ടോ? വറഫഅനാ ലക ദിക്റക്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ്. വറഫഅനാ ലക ദിക്റക്, നിന്റെ കുറിച്ചുള്ള ഈ ഒരു ഖ്യാതി, അതുപോലെ തന്നെ താങ്കളുടെ ഡിഗ്നിറ്റി നാം അത് ഉയർത്തുക തന്നെ ചെയ്യും. അങ്ങയുടെ മഹത്വം ലോകത്തിൻ്റെ മുമ്പിൽ പഠിപ്പിക്കുക തന്നെ ചെയ്യും. റസൂലിൻ്റെ പേര് കേൾക്കാത്ത ഒരു ബാങ്കും ബാങ്കല്ല, റസൂലിൻ്റെ പേര് പറയാത്ത ഒരു ഖുതുബയും ഖുതുബയല്ല, പ്രവാചകന്റെ പേര് ഉച്ചരിക്കാത്ത ഒരു ഉംറയും ഉംറയല്ല, ഒരു ഹജ്ജും ഹജ്ജല്ല. ഒരു പ്രാർത്ഥനയിൽ പോലും അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ പേര് പരാമർശിക്കണമെന്നാണ്, സ്വലാത്ത് ചൊല്ലണമെന്നാണ്. മനസ്സിലാകണ്ടോ? അപ്പോൾ സ്വലാത്തില്ലാത്തവരല്ല മുസ്ലിങ്ങൾ. ഒരു പ്രാർത്ഥന ശരിക്കും അല്ലാഹ് സ്വീകരിക്കണമെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമാണെന്ത്? തുടങ്ങുമ്പോൾ ഹംദും സ്വലാത്തും, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേര് സ്വലാത്തും. ആ പ്രാർത്ഥനയ്ക്ക് ബർക്കത്തുണ്ടാകുന്ന. അൽഹംദുലില്ലാഹ് സ്വല്ലല്ലാഹു അലാ നബിയിന എന്നെങ്കിലും മിനിമം രൂപത്തിൽ നമ്മൾ പറയാം, എന്നിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ പടച്ചോന് ഇഷ്ടപ്പെട്ടൊരു വ്യക്തിൻ്റെ ഒരു അവസ്ഥ നോക്കി നിങ്ങൾ. അപ്പം ഞാൻ സൂചിപ്പിച്ചത്, ഇങ്ങനെ റസൂലിനെ പഠിച്ച് അദ്ദേഹത്തിൻ്റെ പിറകിൽ നടന്ന ഒരു സ്വഹാബിയുടെ പേരാണെന്ത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പേരായിരിക്കാം പറയാൻ പറ്റുക? കുറേ വട്ടം പറഞ്ഞിട്ടുണ്ട് നമ്മൾ. ആയിരിക്കാം പറയാൻ പറ്റുക? ഒരാൾ പറയേ. അബ്ദുല്ലാഹിബ്നു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഇവിടെ ഒരാൾ പറഞ്ഞു ഇരിക്കെ, അബ്ദുറഹ്മാനിബ്നു സഖർ. ഇനി മറക്കരുത് കേട്ടോ, അബ്ദുറഹ്മാനിബ്നു സഖർ. ചരിത്രത്തിൽ അറിയപ്പെട്ടത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അദ്ദേഹം റിപ്പോർട്ട് ചെയ്യാം, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുമത്രേ, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമാ, ഇന്ന് നിങ്ങളിൽ നിന്ന് ആരാണ് നോമ്പുകാരനായി തീർന്നിട്ടുള്ളത്? അസ്ബഹ എന്ന പദത്തിൻ്റെ ഉള്ളിൽ നിങ്ങളൊന്ന് നോക്കൂ, സ്വബാഹ് എന്ന ഒരു പദമുണ്ട്. ശ്രദ്ധിച്ചോ? അത് നിങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ അറബി ഭാഷൻ്റെ ഒരു മാധുര്യമാണ് അത് പറയുന്നത്. മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമാ, ഇന്ന് പ്രഭാതത്തിൽ തന്നെ നിങ്ങളിൽ നിന്ന് ആരാണ് നോമ്പുകാരനായി എണീറ്റിട്ടുള്ളത്? അസ്ബഹ എന്ന പദത്തിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? അപ്പോൾ അസ്ബഹ എന്ന പദം കേൾക്കുമ്പോൾ പിന്നീട് വരുന്നതോ നടന്ന സംഭവം എപ്പോൾ നടന്നതാ? രാവിലെ നടന്ന. വൈകുന്നേരത്തിന് എന്താ പറയാ? മസാ ഇല്ലേ? അപ്പോൾ അതിന് മൻ അംസാ മിൻകുമുൽ യൗമ മരീദ, ഇതിലില്ലല്ലോ കേട്ടോ, നിങ്ങൾ ഭാഷ പഠിപ്പിക്കാനാണ്. മൻ അംസാ മിൻകുമുൽ യൗമ മരീദ, ഇന്ന് നിങ്ങളിൽ നിന്ന് രോഗിയായവനാരുണ്ട്? അപ്പോൾ ആ സമയം എപ്പോഴാ? അംസ മസാ. അപ്പോൾ വൈകുന്നേരം രോഗി, രാവിലെ പ്രശ്നമില്ല, ഇനി വൈകുന്നേരം ആയപ്പോൾ രോഗിയായി. അത് അറബി ഭാഷയിൽ കിട്ടുന്ന, മനസ്സിലാവുണ്ടോ? ആ പദത്തിൽ തന്നെ. ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമാ, ഇന്നത്തെ ദിവസം നിങ്ങളിൽ നിന്ന് പ്രഭാതത്തിൽ ആരാണോ നോമ്പുകാരനായി ഇവിടെ വന്നിട്ടുള്ളത്? ഖാല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന, ഞാനുണ്ട് റസൂലേ, ഞാൻ ഇന്ന് നോമ്പ് നോറ്റിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്, ഫമൻ തബിഅ മിൻകുമുൽ യൗമ ജനാസ,
ഇന്നത്തെ ദിവസം ആരെങ്കിലും ജനാസയെ പിന്തുടർന്നിട്ടുണ്ടോ? മയ്യത്ത് പരിപാലനത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? നമസ്കരിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ മയ്യത്തുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ അവിടെ പോയി സന്ദർശിച്ചിട്ടുണ്ടോ? ആ മയ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അങ്ങനെ ആരെങ്കിലും എൻ്റെ മുമ്പിലുണ്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചപ്പോൾ ഖാല അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഞാനുണ്ട് റസൂലേ, ഞാനുണ്ട്. ഇന്ന് ഞാൻ നോമ്പുകാരനാണ്. അതോടൊപ്പം തന്നെ ഒരു മയ്യത്തിനെ സന്ദർശിക്കാനുള്ള അവസരം കിട്ടിയപ്പോൾ, അതിന്റെ ജനാസയുടെ കൂടെ പോകാൻ എനിക്ക് അവസരം കിട്ടിയപ്പോൾ ഞാൻ ഫമൻ തബിഅ മിൻകുമുൽ യൗമ ജനാസ, ഇന്ന് ആരെങ്കിലും ജനാസയെ പിന്തുടർന്നിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അപ്പോഴും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എണീറ്റ് പറയുന്നു, ഞാൻ പിന്തുടർന്നിട്ടുണ്ട് റസൂലേ. എന്നിട്ട് നബി മൂന്നാമത്തെ ചോദ്യം ചോദിക്കുകയാണ്. ഖാല, അദ്ദേഹം പറഞ്ഞു, ഫമൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീന, ഒരു പാവപ്പെട്ടവന് ഇന്ന് ആരെങ്കിലും ഭക്ഷണം കൊടുത്തവരുണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ അപ്പോഴും ഒരാളാണ് എണീക്കുന്നത്. ഖാല അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു എണീറ്റ് പറഞ്ഞു, ഞാനുണ്ട് റസൂലേ, ഇന്നൊരു പാവപ്പെട്ടവന് ഞാൻ ഭക്ഷണം നൽകിയിട്ടുണ്ട്. നാലാമത്തെ ചോദ്യവും റസൂൽ ചോദിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫമൻ ആദ മിൻകുമുൽ യൗമ മരീദ, ഇന്ന് ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ചവനുണ്ടോ? അപ്പോഴും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാൻ ഈ ഒരു രോഗിയെ സന്ദർശിച്ചിട്ടുണ്ട് റസൂലേ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ എഴുന്നേറ്റ് പറയുകയാണ്, മജ്തമഅന ഫീ ഇംറിഇൻ ഇല്ലാ ദഖലൽ ജന്ന, ഈ നാല് കാര്യങ്ങൾ ഒരാളിൽ ഒരു ദിവസം സമ്മേളിക്കുന്നുവെങ്കിൽ അവന് സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. സുബ്ഹാനല്ലാഹ്. എങ്ങനെയപ്പോ? ഒന്നെന്താണ്? സോയിമാകണം. കഴിഞ്ഞ റമദാൻ, ആ റമദാനിന്റെ സമ്മാനം നമ്മൾ വാങ്ങി ഇല്ലേ? സമ്മാനം എന്ന് വാങ്ങിയില്ലേ? റമദാനിന് ശേഷം എത്ര നോമ്പ് നമ്മൾ എടുത്തിട്ടുണ്ടാവും? എത്ര നോമ്പ് എടുത്തിട്ടുണ്ടാവും? പറയണ്ട. എടുത്തുക്കണോ? ശരി, നോമ്പ് എടുത്തവർ റിയായിന് വേണ്ടിയിട്ടല്ല, ബാക്കിയുള്ളവർക്കൊരു പ്രചോദനമാകാൻ വേണ്ടിയിട്ട് ഒന്ന് കൈയൊന്നിച്ചാണ് നോമ്പെടുത്തവർ. ശരി, ഇനി ആ നോമ്പ് നിർബന്ധ നോമ്പ് എടുത്തോലുണ്ടാവും കളിയിൽ, മനസ്സിലായില്ലേ? അങ്ങക്ക് പടച്ചോ തന്ന ഒരു കൺസെഷനാണ്, അത് ആണുങ്ങൾക്കില്ല. അതല്ലാത്ത സുന്നത്ത് നോമ്പ് എടുത്തോലൊന്ന് കൈയൊന്നിക്ക്, അപ്പം എണ്ണം കുറയും. എനിക്കറിയത് സുന്നത്ത് നോമ്പെടുത്തവർ കുറച്ചാളുള്ളൂ. ഞാൻ പറയണത് എന്തറിയോ? ഇടയ്ക്കൊരു നോമ്പെടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ജന്മദിനത്തിൽ നോമ്പെടുക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയോ? ഇസ്ലാമിൽ ജന്മദിനമുണ്ട്, പ്രവാചകന്റെ ജന്മദിനമുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ഉണ്ട്. അത് തിന്നലല്ല, പട്ടിണി അടക്കല. അവിടെയാണ് പ്രശ്നം. ഇത് ഞാൻ വെറുതെ പറഞ്ഞല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെടുകയാണ്, എന്തിനാണ് തിങ്കളാഴ്ച നോമ്പെടുക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫീഹി വുലിതു, ആ ദിവസമാണ് ഞാൻ ജനിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രവാചകൻ ജനിച്ച ദിവസം ജന്മദിനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിന് മുസ്ലിം ലോകം നോമ്പെടുക്കണം. ഇത് ആരെങ്കിലും പ്രസംഗിക്കണമെങ്കിൽ കേട്ടുക്കണോ? ഇല്ല, അന്നം മുട്ടും. അപ്പം പിന്നെ ഒരൊറ്റ മൂരിക്കുട്ടി അറുക്കൂലെന്ന്. ഉലുഹിയത്തിന് അറുക്കാത്തവനൊക്കെ അന്നർത്തക്കും. പ്രവാചകന്റെ സ്നേഹം. എന്നാൽ നബിയോ അന്ന് ഒന്നും തിന്നണ്ടെന്നാണ് പഠിപ്പിച്ചത്. മനസ്സിലായോ? ഇത് ദിവസം വ്യക്തമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ചാണ്. നബി ജനിച്ചതെന്ന തിങ്കളാഴ്ച, ഒരു സംശയമില്ല. റബിയുൽ അവൽ 12-നാണ് ജനിച്ചത് എന്നത്, 12-നാണ് ജനിച്ചത് എന്ന് എവിടെയില്ല. 8-നാണെന്നുണ്ട്, 10-നാണെന്നുണ്ട്, 12-നുണ്ട്, 14-നുണ്ട്, 20-നുണ്ട്, ഒക്കെ ഉണ്ട്. മനസ്സിലാവുണ്ടോ? പക്ഷെ തിങ്കളാഴ്ചയാണ് ജനിച്ചത് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. സംശയമില്ലാത്ത ആ ദിവസം തിന്നാനും പാടില്ല. ഇനി റബിയുൽ അവൽ 12-നാണ് ജനിച്ചത് എന്ന് ഉറപ്പായി നോക്കുക, അന്നെന്താ ചെയ്യേണ്ടി? നോമ്പൊൽക്കണം. അന്നെന്ത് ചെയ്യണം? നോമ്പൊൽക്കണം. അവനാണ് സുന്നി, ഓനാ സുന്നി. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിൽ പഠിപ്പിക്കുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, 4 കാര്യങ്ങൾ ഒരുമിച്ച് വന്നാൽ അവന് തീർച്ചയായും സ്വർഗമുണ്ട്. തൗഹീദുള്ളവന്റെ കാര്യമാണ് പറയണത് കേട്ടോ.
അപ്പോൾ അതിൽ നിങ്ങളൊന്ന് നോക്കൂ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹത്വം. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇല്ലാത്ത ഒരു ജീവിതം പ്രവാചകനില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇല്ലാത്ത ഒരു ജീവിതം റസൂലിന് ഉണ്ടായിട്ടില്ല. എപ്പോഴൊക്കെ ഉണ്ട്? ചെറുപ്പം മുതൽ തുടങ്ങിയതാണ്. ആദ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹയി കിട്ടുമ്പോൾ ആദ്യം വിശ്വസിച്ചവന്റെ പേരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. തന്റെ സമ്പത്ത് മുഴുവനും പ്രവാചകന് കൊടുത്തവന്റെ പേരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പ്രത്യേകമായ സാഹചര്യത്തിൽ ഹിജ്റ പോയപ്പോൾ ഹിറാ എന്ന് നൂറെന്ന് പറയപ്പെടുന്ന ആ മലയില്, സൗർ ഗുഹയില് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ കൂട്ടിരിപ്പുകാരനായി പടച്ചറബ് തിരഞ്ഞെടുത്തവന്റെ പേരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മനസ്സിലാവുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ വിഷം തട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തുപ്പുനീരെടുത്തിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിസ്മി ചൊല്ലി അദ്ദേഹത്തിന്റെ കാലിന് വിഷമേറ്റ ഭാഗത്ത് ഇങ്ങനെ തുടച്ചു കൊടുക്കുകയാണ്, തേച്ചു കൊടുക്കുകയാണ്. ആ വിഷം തീണ്ടിപ്പോയി, ആ വിഷം ഇറങ്ങിപ്പോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കെ അള്ളാഹുവിന്റെ ഹബീബിൽ നിന്നിട്ടുള്ള ആ മിഹ്റാബിന്റെ ഇമാമിന്റെ സ്ഥാനത്ത് നിൽക്കാൻ ഭാഗ്യം കിട്ടിയവന്റെ പേരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ഇങ്ങനെ രോഗിയായി അവസാന ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞുകൂടുമ്പോൾ അവിടെ നിന്നുകൊണ്ട് നമസ്കരിക്കാൻ അബൂബക്കർ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അദ്ദേഹം നിന്ന അതേ സ്ഥാനത്ത് അദ്ദേഹം മരിക്കുന്നതിന്റെ മുമ്പ് നിൽക്കാൻ ഭാഗ്യം കിട്ടിയവനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്, അത് ഖിലാഫത്ത് വരുമ്പോൾ, റസൂല് മരിച്ചു പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കടിഞ്ഞാണ് ഖലീഫയായി വരേണ്ടവൻ ആരാണ് എന്ന സൂചന ഇതിലെല്ലാം തന്നെ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. യാത്ര പോകുമ്പോൾ കൂടെ കൂട്ടിയവൻ, സമ്പത്ത് മുഴുവനും കൂടെ ചെലവഴിച്ചവൻ, പ്രവാചകൻ ജീവിച്ചിരിക്കെ അദ്ദേഹത്തിന് ഇമാമത്ത് നൽകിയവൻ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാചകം ഓർത്തു പോവുകയാണ്. അദ്ദേഹം പറഞ്ഞു എത്രേ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, റളിയ ബിക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ദീനിനാ. അതിന്റെ അറബി പദം ഒരുപക്ഷേ മാറ്റം വന്നിട്ടുണ്ടാകാം. എന്നാലും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എത്രേ, ദീനിന്റെ വിഷയത്തിൽ അഥവാ ഇമാമത്തിന്റെ വിഷയത്തിൽ, നമസ്കാരത്തിന്റെ വിഷയത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് താങ്കളെ തൃപ്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ദുനിയാവാകുന്ന ഖിലാഫത്തിന്റെ പേരിൽ അങ്ങയുടെ പേര് ഞങ്ങൾക്ക് തൃപ്തിപ്പെടാൻ എന്ത് തടസ്സമാണുള്ളത്? മനസ്സിലാവുണ്ടോ? ദീനിന്റെ വിഷയത്തിൽ, മതത്തിന്റെ വിഷയത്തിൽ, നമസ്കാരത്തിന്റെ വിഷയത്തിൽ പ്രവാചകൻ ജീവിച്ചിരിക്കെ അങ്ങയെ ഇമാമത്തായി നിശ്ചയിച്ചില്ലേ? എങ്കിൽ പ്രിയപ്പെട്ട എന്റെ അബൂബക്കറെ, നിങ്ങൾ തന്നെയാണ് ദുനിയാവിന്റെ വിഷയത്തിലും ഞങ്ങൾ തൃപ്തിപ്പെടുന്നതെന്ന് പറഞ്ഞ് സഖീഫ ബനു സായിദ ഹാളിൽ വെച്ച് കൈപിടിച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ബൈഅത്ത് ചെയ്തു. അതോടൊപ്പം തന്നെ എല്ലാ സ്വഹാബിമാരും ബൈഅത്ത് ചെയ്യുന്നു. മദീനയുടെ ഭരണാധികാരിയായി ആദ്യത്തെ പ്രവാചകന്റെ ശേഷം വന്ന ഒന്നാമത്തെ ഭരണാധികാരിയായി, ഒന്നാമത്തെ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്നാമത്തെ രാജാവായി തീർന്ന ആ മഹാവ്യക്തിത്വത്തിന്റെ പേരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മനസ്സിലാണോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇനി അദ്ദേഹത്തെ കുറിച്ച് മാത്രം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ബാക്കി നമുക്ക് ഇൻഷാ അല്ലാഹ് തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ സമയം കിട്ടുമ്പോൾ ഓർമ്മപ്പെടുത്താം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് ഇത് നിങ്ങളുടെ പുസ്തകത്തിലുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അബൂ ഖുഹാഫ, ഉസ്മാൻ ഇബ്നു ആമിർ ഇബ്നു അംർ ഇബ്നു കഅബ് ഇബ്നു സഅദ് ഇബ്നു തൈം ഇബ്നു മുർ ഇബ്നു കഅബ് ഇബ്നു ലുഹൈബ് ഇബ്നു ഗാലിബ്. ഇതാണ്. നിങ്ങൾ ഉപ്പാന്റെ പേരറിയണമല്ലോ എന്ന് കയ്യൊന്നിക്ക്. സ്വന്തം വാപ്പാന്റെ പേരറിയണമല്ലോ. ഇനി അതിനും കയ്യൊന്നിക്കാൻ ആളില്ല. കൈ താത്തണ്ട. വാപ്പാന്റെ പേരറിയാത്തോള് കയ്യെത്തിക്കോളി. ഉപ്പാന്റെ പേര് അറിയാത്തവർ കൈ താത്തുക, അറിയണവർ കൈ പൊന്തിക്കുക. വാപ്പാന്റെ പേര് അറിയണവർ കൈ പൊന്തിക്കുക. ഒരാളിങ്ങനെ പിടിച്ച് പിന്നെ വല്ല താത്തി. അറിയാം ബാപ്പാന്റെ പേര് എന്താ? ബാപ്പാന്റെ പേര് ഇപ്പാന്നോ? ഇബ്രാഹിം. മൊയ്തീൻ കുട്ടി. പിന്നെ മൂസ.
നിങ്ങൾക്കറിയാം. നാലാമത്തെ പരമ്പര അറിയില്ല, എനിക്കും അറിയില്ല. എനിക്കറിയാം മുഹാജിർ ഇബ്നു മുഹമ്മദ് ഇബ്നു മുഹീദ്ദീൻ, ഇത്രയേ ഉള്ളൂ. ഇനി നാലാമത്തെ ആൾ ചോദിക്കും, കാരണം നിങ്ങൾ എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ ചോദിച്ച് പഠിച്ചിട്ട് വേണം വരാൻ. മനസ്സിലായോ? അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ മിനിമം 3 വാപ്പാരെ പേരല്ല കേട്ടോ, വാപ്പാൻ്റെ തലമുറ പഠിച്ചണം. അങ്ങനെ ഒരു 3 തലമുറകൾ പഠിച്ചിട്ട് വരണം. ഇത് നിങ്ങൾക്കറിയില്ല എന്നുണ്ടെങ്കിൽ ഈ കുട്ടികൾ ഞങ്ങൾ കുടുംബത്തിലൊരു കുട്ടി ചോദിച്ചു നെല്ലുണ്ടാകുന്ന മരം ഏതാണ്. അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ടാവും നെല്ലുണ്ടാകുന്ന മരം. മനസ്സിലായി? നമുക്ക് വാപ്പാൻ്റെ പേരറിയില്ല, പിന്നെ നെല്ലുണ്ടാകുന്ന മരം ഓൽക്ക് അറിയില്ല. നമുക്ക് തന്നെ അറിയണില്ല. മനസ്സിലായോ? അപ്പം നെല്ലുണ്ടാകുന്ന മരം എന്താ ചങ്ങായി, എന്ത് ചോദ്യം ചോദിക്കണമെങ്കിൽ നമ്മളെ ഒരു 3 തലമുറയത്തെ ഉപ്പാൻ്റെ പേര് നമ്മൾ പഠിക്കണം. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ ചോദിക്കും. എല്ലാവരോടും ചോദിക്കൂല, ആരോടെങ്കിലുമൊക്കെ ചോദിക്കും. മനസ്സിലാണ്ടോ? അപ്പം എല്ലാവരും പഠിക്കണം. അല്ല, സ്കൂളത്തെ വാപ്പിയല്ലേ ഞാൻ ചോദിച്ചേ. ഇനി നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിങ്ങളിപ്പോൾ കുറേ യൂട്യൂബൊക്കെ എടുക്കുന്ന ആളുകളല്ലേ, ഇപ്പോൾ വളരെ പെട്ടെന്ന് കിട്ടുക ഫാദേഴ്സ് ഓഫ് ദി പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അടിച്ചു കൊടുത്താൽ പരമ്പര കിട്ടും. ഇവിടെ എത്ര ആളെ പരമ്പര എണ്ണ അറിയോ? അബ്ദുല്ലാഹിബ്നു അബൂ കുഹാഫ, ആമിർ, അതുപോലെ തന്നെ അംർ, കഅബ്, സഅദ്, തൈമ്, മുർറ്, കഅബ്, ലുഹൈബ്, ഗാലിബ്, 10 പേര്. ഇത് അവർക്കൊരു പ്രശ്നമില്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയാം. നിങ്ങൾക്ക് എത്ര നമ്പർ അറിയാം കാണാതെ? ഫോൺ നമ്പർ 10 നമ്പർ അറിയുന്ന ആളുകൾ ഒന്ന് കയ്യെത്തിക്ക്. 9, 10 അറിയോ? 10 നമ്പർ പറഞ്ഞാൽ ഒരു ഫോൺ നമ്പറിൻ്റെ 10 നമ്പർ അല്ലാറിന്. നല്ല കഥയായി. 10 നമ്പറില്ലാത്ത മൊബൈലുണ്ടോ? അപ്പോൾ 10 കോണ്ടാക്ട് നമ്പർ അറിയോ? 9, 8, 7, 6, 5 അറിയോ? മാഷാ അല്ലാഹ്. 4, 3, 2, ഒന്നെങ്കിലും അറിയണമല്ലോ കയ്യൊന്തിക്ക്. ഇനി ഒന്നും അറിയാത്തവരൊന്ന് കയ്യൊന്തിക്ക്. സത്യസന്ധമായിട്ട് പറയും. അള്ളാൻ്റെ തൗഫീഖോട് എനിക്ക് എൻ്റെ നമ്പർ തന്നെ അറിയില്ല. അങ്ങനെ അറിയുന്നുണ്ടോ? എനിക്ക് എൻ്റെ നമ്പർ അറിയാം, എൻ്റെ വൈഫിൻ്റെ നമ്പർ അറിയാം, ഉമ്മാൻ്റെ നമ്പർ അറിയാം. പണ്ടത്തെ ലാൻഡ് ഫോണിൻ്റെ നമ്പർ അറിയാം, 049311287166. അന്ന് മൊബൈലില്ല. ഇനി ഒക്കെ ഫീഡ് ചെയ്ത് ഇവിടെ. എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ, ശരിക്കും ശ്രദ്ധിച്ചോളിട്ടോ, ഇത് സീരിയസ് ആയിട്ട് പറയണേ, നിങ്ങളെ മക്കൾക്ക് വേണ്ടി പറയാം. ഇത് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്. ഇത് നമ്മളെ മക്കൾക്ക് വേണ്ടി പറയാം. ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്തമായിട്ടുള്ള ജീവജാലങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട്. എല്ലാവർക്കും സംശയമൊന്നുമില്ലല്ലോ? ഇല്ല. അല്ലാഹ് പറഞ്ഞൊരു വാചകമുണ്ട്, എന്തറിയോ? വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിൻ മായിൻ, എല്ലാത്തിൻ്റെയും അടിസ്ഥാനം വെള്ളത്തിൽ നിന്നാണ്. ഫമിൻഹും മൻ യംശി അലാ ബത്നിഹി, അവയിൽ വയറിൽ നടക്കുന്ന ജീവിയുണ്ട്. പാമ്പ് വയറിൽ നടക്കുക, ഉരകജീവികൾ. അവരിൽ അലാ റിജ്ലൈനി, 2 കാലുകളിൽ നടക്കുന്ന ജീവിയുണ്ട്. അതാരാ? കുറേ ആലോചിക്കണ്ടേ നമ്മൾ തന്നെ. അവരിൽ 4 കാലുകളിൽ നടക്കുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇനി സയൻറ്റിഫിക് ആയിട്ടൊന്ന് വന്നാൽ എന്തറിയോ? ഈ ജീവികളുടെയൊക്കെ പ്രത്യേകത പെട്ടെന്ന് പറയാം. ഈ ജീവികളുടെയൊക്കെ പ്രത്യേകത, അവരുടെ ബ്രെയിന്, മസ്തിഷ്കം എന്നുള്ളത് 75-80% ഓൾറെഡി ഡെവലപ്ഡ് ആയിട്ടാണ് വരുന്നത്. മനസ്സിലാവുണ്ടോ? പിന്നെ വളരെ ചെറിയ കാര്യങ്ങൾ അവർക്ക് പഠിക്കേണ്ടതുള്ളൂ. ഉദാഹരണമായിട്ട് പൂച്ച, ചൂടുവെള്ളം ഇങ്ങനെ ആവി പൊന്തുണ്ടായിട്ടാണ് ചിലപ്പോൾ പറയില്ല. അതാണ് ചൂടുവെള്ളത്തിൽ വീണ പൂച്ചക്ക് പച്ചവെള്ളം കണ്ടാലും പേടി. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവർ പഠിക്കേണ്ടുള്ളൂ. നേരെ മറിച്ചോ ഒരു പാമ്പിനെ കണ്ടാൽ ഏത് പൂച്ചക്കുട്ടിയൊന്ന് ബാക്കിൽ നിൽക്കും, പക്ഷെ മനുഷ്യക്കുട്ടിയോ പിടിക്കും. വ്യത്യാസം മനസ്സിലാവുണ്ടോ? ലോകത്ത് ഒരു കോഴിക്കുഞ്ഞ് മുകളിൽ പറക്കുന്ന പരുന്തിനെ കണ്ടാൽ തള്ളക്കോഴിയുടെ പോവും. എന്നാൽ ഒരു ഉഗ്ര സർപ്പത്തിനെ കണ്ടാൽ കുട്ടി പോയി പിടിക്കും. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ തലച്ചോറ് വലിയ തലച്ചോറാണ്. 1330 ഗ്രാം ഉണ്ട്. 1 കിലോനും 300 സംതിങ് ഗ്രാമും. ഇതിൽ ഒരു 300 സംതിങ് ഗ്രാമാണ് ജനിക്കുമ്പോൾ ഈ കുട്ടിക്ക് ഉണ്ടാകുക. പിന്നെ 1000 ഗ്രാമും എപ്പോഴാണ് ഉണ്ടാകുന്നത്?
ജനിച്ചതിന് ശേഷം ഒരു 10 വയസ്സ് അല്ലെങ്കിൽ ഒരു 7 വയസ്സ് 8 വയസ്സ് അല്ലെങ്കിൽ 5 വയസ്സൊക്കെ ഈ ഒരു പ്രായത്തിലാണ് ഇതിൻ്റെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. മനസ്സിലായുണ്ടോ? ഡെവലപ്പ് ചെയ്തു വരിക. ഇത് ഞാൻ ഇവിടെ പറയുന്നത്, ഈ ഡെവലപ്പ് ചെയ്തു വരുമ്പോൾ ഈ കുട്ടിയുടെ മൈൻഡിൽ എന്താണോ ഈ കുട്ടി അബ്സോർബ് ചെയ്യുന്നത്, സമൂഹത്തിൽ നിന്ന്, മാതാക്കളിൽ നിന്ന്, പിതാക്കളിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, ടെക്സ്റ്റ് ബുക്കിൽ നിന്ന്, സ്ക്രീനിൽ നിന്ന്, ഫോണിൽ നിന്ന്, ടെലിവിഷനിൽ നിന്ന്, യാത്രയിൽ നിന്ന് ഒക്കെ ഇങ്ങനെ ആർജിച്ചു കൊണ്ടിരിക്കുക. ഇവിടെ നന്മയല്ലാത്ത വല്ലതും ഈ കുട്ടിൻ്റെ മുമ്പിലുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യും? ഇത് കേട്ടു ഫിൽട്ടർ ചെയ്യണ പരിപാടിയില്ല. നല്ലത് ചീത്ത അങ്ങനെയല്ല. കുട്ടിയുടെ മുമ്പിൽ വെച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ വളരെ മോശം വേർഡാണെങ്കിൽ കുട്ടിക്ക് അതെന്താണ്? പുതിയ വേർഡാണ്. ഇത് മോശം വേർഡാണെന്ന് തിരിച്ചറിയണമെങ്കിൽ അവന് ബുദ്ധി വരണം, വിവേകം വരണം. ആ വിവേകം എന്നുള്ളത് മനുഷ്യന് മാത്രം. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടിയ കുട്ടികളെ അതനുസരിച്ച് നിങ്ങൾ വളർത്തിയാൽ അൽ ഉമ്മഹാത്ത് അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, ആദ്യം പറഞ്ഞ ഒരു ഹദീസിൻ്റെ ഭാഗം അവിടേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാം എന്ന ഒരു സന്ദേശം മാത്രം സൂചിപ്പിച്ച് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.